ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുതിയ SCERT-ക്കകത്ത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചേറെ കാര്യങ്ങൾ കിടപ്പുണ്ട്. അതായത് 10ാം ക്ലാസ്സിലെ ഈ ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്നതിനകത്ത് ഭൂപരിഷ്കരണം തൊട്ട് ആ ഒരു ടോപ്പിക് തൊട്ട് കേരളത്തെ പറ്റിയിട്ട് മാത്രം കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ പരീക്ഷകളിൽ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കും. നമുക്ക് വേഗത്തിൽ അതൊന്ന് നോക്കാം, റിവിഷൻ പോലെ എടുക്കുക. ആദ്യം പറയാൻ പോകുന്നത് ഭൂപരിഷ്കരണത്തെ പറ്റിയിട്ടാണ്. അപ്പൊ ഭൂപരിഷ്കരണം എന്താണ് എന്ന് നമ്മൾ പണ്ട് തൊട്ട് പഠിക്കുന്ന എന്താ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്? ശരിക്കും 1957 ഈ ഒരു കേരള സർക്കാർ കാർഷിക ബന്ധ നിയമം അവതരിപ്പിച്ചത്. 1970 ജനുവരി 1 അത് നിലവിൽ വരികയും ചെയ്തു. ഭൂപരിഷ്കരണ ഭേദഗതി നിയമം അല്ലെ, അത് പ്രകാരം കുടിയാന്മാർക്ക് കൃഷിഭൂമിയിലെ അവകാശം സ്ഥിരമായിട്ട് കൊടുത്തു. അപ്പൊ ഇതിനു മുന്നേ ആയിട്ട് എന്താണ് ഭൂപരിഷ്കരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിയന്ത്രണവും ഒക്കെ തന്നെ ഭൂ ഉടമകളിൽ നിന്നും ഭൂമി ഇല്ലാത്ത കൃഷിക്കായിട്ട് അല്ലെങ്കിൽ അവർക്കായിട്ട് പുനർവിതരണം ചെയ്യുക. ഇതാണ് ഭൂപരിഷ്കരണം കൊണ്ട്, ലാൻഡ് റീഫോം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് കുറഞ്ഞ കാർഷിക ഉൽപാദനക്ഷമതയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാര് നമ്മുടെ ഇടയിൽ നടപ്പിലാക്കിയിരുന്ന ഈ പറയുന്നത് പോലെ തന്നെ സമീന്ദാസിനെയും അവരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അല്ലയോ, ലാൻഡ് ലോഡ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി എത്ര കർഷകന്മാർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ പോലും അവരെന്ത് ചെയ്യണം, കൃത്യമായിട്ട് കരം അടയ്ക്കണമായിരുന്നു. അതൊക്കെയാണ് നമ്മൾ ഒരു പരിധി വരെ നമ്മുടെ നാട്ടിലെ കർഷകരെ വലച്ചിരുന്ന കാര്യം. അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ, അതായത് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് പണ്ടാരപ്പാട്ട വിളംബരം. 1865 തിരുവിതാംകൂറിലാണ് ഈ ഒരു പണ്ടാരപ്പാട്ട വിളംബരം ഉണ്ടാവുന്നത്. അതുപോലെ ജന്മി കുടിയാൻ നിയമം 1867 ജന്മി കുടിയാൻ നിയമം. പണ്ടാരപ്പാട്ട വിളംബരം 1867 ജന്മി കുടിയാൻ നിയമം. പിന്നെ 1915 1930 കൊച്ചിയിലായിരുന്നു കുടിയാൻ നിയമം അല്ലെ. 1915 1930 കൊച്ചിയിലെ കുടിയാൻ നിയമം തുടങ്ങിയിട്ടുള്ളതെല്ലാം തന്നെ എന്താണ്, കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ്. അതായത് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നതാണ് പണ്ടാരപ്പാട്ട വിളംബരം 1865. അതായത് പണ്ടാരം വക വസ്തുക്കളുടെ അവകാശം കുടിയാന് കിട്ടി. പണ്ടാരം വക വസ്തുക്കൾ എന്നാൽ സർക്കാരിന്റെ ഭൂമി അല്ലെ, അത് കുടിയാന് കിട്ടുന്നത്. അല്ല, കണ്ടെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1886 കണ്ടെഴുത്ത്. ഇടനിലക്കാരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി കണ്ടുകെട്ടി ഭൂമി ആർക്ക് കൊടുക്കും, കുടിയാന്മാർക്ക് കൊടുത്തായിരുന്നു കണ്ടെഴുത്ത് വിളംബരം. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കാം. അതിന്റെ കൂട്ടത്തിൽ ഇവിടെ പറയുന്ന എക്സ്ട്രാ കാര്യങ്ങൾ ഓക്കെ, അതും കൂടെ നോക്കാം. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഓർക്കാൻ വേണ്ടിയിട്ട്. നോക്കുക, ഭൂപരിഷ്കരണം എന്താണെന്ന് നമുക്കറിയാം. ഭൂപരിഷ്കരണം ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിലാണ്. അപ്പം സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് 1957 നിലവിൽ വന്ന കേരള സർക്കാർ കാർഷിക ബന്ധ നിയമം ഓർത്തു വെച്ചേക്കാം. അതിനെ തുടർന്ന് 1970 ജനുവരി 1 നിലവിൽ വന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരം കുടിയാന്മാർക്ക് കൃഷിഭൂമി സ്ഥിരാവകാശമായിട്ട് ലഭിക്കുകയും ചെയ്തു. ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന പല ഭൂപരിഷ്കരണ നിയമങ്ങളുടെ പ്രധാനപ്പെട്ട ഫലങ്ങളായിരുന്നു ഒന്ന്, കൈവശ ഭൂമിയുടെ മേലെ പരിധി നിർണ്ണയിക്കുക. അതായത് വേണ്ടി പറഞ്ഞു നോക്കി, കേരള ഭൂപരിഷ്കരണ നിയമം 82ാം വകുപ്പ് പ്രകാരം ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്ന ഭൂപരിധി 7.5 ഏക്കറും ഒരു കുടുംബത്തിന് 15 ഏക്കറുമാണ്. എന്നാൽ കുടുംബത്തിൽ 5 അംഗങ്ങളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ 20 ഏക്കർ വരെ കൈവശം വെക്കാവുന്നതാണ് എന്ന് ഈ ഒരു കേരള ഭൂപരിഷ്കരണ നിയമം 82ാം സെക്ഷനകത്ത് പറയുന്നുണ്ട്. പരമാവധി കയ്യിൽ വെക്കാവുന്നത്, അതായത് ഒരു കുടുംബത്തിന് 15 ഏക്കറും ഒരാൾക്ക് പരമാവധി കൈവയ്ക്കാൻ പറ്റുന്നത് 7.5 ഏക്കറുമാണ്. 20 ഏക്കറിൽ കൂടുതൽ വെക്കാൻ പറ്റണമെങ്കിൽ ആ കുടുംബത്തിൽ 5 പേരുണ്ടായിരിക്കണം അല്ലെ. അപ്പം ജന്മിത്വ സമ്പ്രദായം ഇതോടുകൂടി നിർത്തലാക്കപ്പെട്ടു. കൃഷിഭൂമിയിൽ കുടിയാന് സ്ഥിരമായിട്ടുള്ള അവകാശം ലഭിച്ചു. കാർഷിക മേഖലയിൽ നിലനിന്ന ചൂഷണവും അസമത്വവും ഒരു പരിധി വരെ ഇല്ലാതാക്കാനൊക്കെ ഈ 1865 തുടങ്ങിയിട്ട് 1970 ജനുവരി 1 വന്ന ഈ ഒരു നിയമപ്രകാരം നടപ്പിലാക്കി. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, നമ്മുടെ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ഒരു സമയത്ത് കേരളത്തില് ആർക്കില്ലായിരുന്നു വിദ്യാഭ്യാസത്തിനുള്ള അവകാശം? താഴ്ന്ന ജാതിക്കാർക്ക് ഇല്ലായിരുന്നു അല്ലെ. പിന്നീടാണ് കേരളത്തിലെ വിദ്യാഭ്യാസം ജനകീയം സാർവത്രികമൊക്കെ ആയിട്ട് മാറിയത്. ഭൂപരിഷ്കരണം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, മിഷണറിമാരുടെ ഇടപെടലുകൾ, ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്നിവയാണ്
ഇതിലേക്ക് വഴിതെളിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇന്ന് നിലനിൽക്കുന്ന സാർവത്രികവും സൗജന്യവുമായിട്ടുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ വ്യാപനത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, അച്ചടി വ്യാപിച്ചു. ഗ്രന്ഥശാല പ്രസ്ഥാനം പറയാം നമുക്കത്. സാക്ഷരതാ പ്രസ്ഥാനം, അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അൺഒഫീഷ്യൽ ആയിട്ടുള്ളത്, അധികാരത്തിന്റെ വികേന്ദ്രീകരണം ഡീസെൻട്രലൈസേഷൻ, ഇതൊക്കെയാണ് നിലവിൽ ഇപ്പൊ എല്ലാവർക്കും കേരളത്തിൽ വിദ്യാഭ്യാസം നേടാം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ കാരണം. ഇതിനകത്ത് ഗ്രന്ഥശാല പ്രസ്ഥാനം പ്രീവിയസ് ചോദ്യമാണ്. എന്താണ് ഗ്രന്ഥശാല പ്രസ്ഥാനം? കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത സാംസ്കാരിക പ്രസ്ഥാനമാണ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം. എന്താണ് സംഘടിത സാംസ്കാരിക പ്രസ്ഥാനം? 1829 തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പബ്ലിക് ലൈബ്രറിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. 1829 തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പബ്ലിക് ലൈബ്രറിയാണ് ആദ്യത്തെ ഗ്രന്ഥശാല. 1945 PN പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ സമ്മേളനത്തിൽ വെച്ച് രൂപപ്പെട്ട ഒരു കൂട്ടായ്മയാണ് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ PN പണിക്കരെ ഓർത്തു വെച്ചേക്കാം. 1945 ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തില് തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. ഇത് പ്രീവിയസ് ചോദിച്ചതാണ്. അതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ നേട്ടം നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഭൂപരിഷ്കരണത്തിലൂടെ കൃഷിഭൂമി ആർക്ക് കിട്ടി? കർഷകന് കിട്ടി. അതോടുകൂടി കേരളത്തിൽ വിദ്യാഭ്യാസം ശക്തിപ്പെട്ടു. ഭൂപരിഷ്കരണ നിയമങ്ങൾ, 1958 കേരള വിദ്യാഭ്യാസ നിയമം തുടങ്ങിയവയിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കാനായിട്ട് കേരളത്തിന് കഴിഞ്ഞു. ജനകീയ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് 1991 ഏപ്രിൽ 18 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി. പ്രീവിയസ് ചോദ്യമാണ്. 1991 ഏപ്രിൽ 18 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട് മാറിയത്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയത് കേരളം. ഏതാ വർഷം? 1991 ഏപ്രിൽ 18. 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. അതോടെ ജനപങ്കാളിത്തത്തോടു കൂടി വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾ രൂപീകരിക്കാൻ തുടങ്ങി. ആ പോയിന്റും നമുക്ക് അറിയാവുന്നതാണ്. 1994 ഏപ്രിൽ 23 പഞ്ചായത്തി രാജ് നിയമം വരുന്നത്. അതോടുകൂടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അധികാരം വരാൻ തുടങ്ങി. അതോടെ വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്താനും തുടങ്ങി. അപ്പം ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ 1991 ഏപ്രിൽ 18, അത് ഓർത്തു വെച്ചേക്കാം. അടുത്തത് ഉന്നത വിദ്യാഭ്യാസം. നിലവിൽ ഇപ്പം നമുക്ക് ഒരുപാട് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട് അല്ലെ? അപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ പുരോഗതി ക്രമേണ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് വ്യാപിച്ചു. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സമഗ്ര മാറ്റത്തിന് നേതൃത്വം നൽകാൻ ശേഷിയുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം. ശാസ്ത്ര, സാങ്കേതിക, മാനവിക വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുന്നതിനോടൊപ്പം തന്നെ ഗവേഷണം. ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വേണ്ട പോയിന്റിലേക്ക് വരാം. അപ്പൊ കേരള സംസ്ഥാന രൂപീകരണ വേളയിൽ ഒരു സർവകലാശാല അഥവാ കേരള സർവകലാശാലയാണ് കേരളം രൂപീകരിക്കുന്ന സമയത്ത് കേരളത്തിലുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി. എന്നാൽ ഇന്നോ ശാസ്ത്ര, സാങ്കേതിക, കാർഷിക, ആരോഗ്യ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവിധ സർവകലാശാലകൾ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൂടാതെ ഈ പറയുന്ന കൂട്ട് തന്നെ സ്കിൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പോളിടെക്നിക്കുകൾ, ITIകളുണ്ട് അല്ലെ? അതൊക്കെ കേരളത്തിലുണ്ട്. ഇത്തരത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായത് മുതൽ സാർവത്രിക വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യമൊക്കെ ആണ് ഈ മേഖലയിൽ, അതായത് വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തെ വളർത്തിയത്. ഇവിടെ ഒരു ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ടോ? ഇവിടെ സാക്ഷരതാ നിരക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് സാക്ഷരതാ നിരക്ക് നോക്കാം അല്ലെ? ലേറ്റസ്റ്റ് സാക്ഷരതാ നിരക്ക് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു 90%. 1991 90% സാക്ഷരതാ നിരക്ക് കേരളത്തിൽ എന്ന് പറയുന്നത്. ഇനി ഈ 2025 നമ്മുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. 4ാമത്തെ പൊസിഷനിലാണ് നമ്മൾ ലിറ്ററസി റേറ്റിൽ നിൽക്കുന്നത്. ഇപ്പം 2025 നമ്മുടെ പെർസെന്റേജ് 95.3% ആണ്. പഠിച്ചു വെക്കാം. 95.3% ആണ് നമ്മുടെ സാക്ഷരത എന്ന് പറയുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ മിസോറാം ആണ്. മിസോറാം, 2 ലക്ഷദ്വീപ്, 3 നാഗാലാൻഡ്, 4 കേരളമാണ് ലിറ്ററസി റേറ്റിൽ മുന്നിൽ നിൽക്കുന്നത്. മിസോറാമിന്റെ പെർസെന്റേജ് 98.2% ആണ്. ലിറ്ററസി റേറ്റിൽ 98.2%ഉമായിട്ട് മിസോറാമും 97.3%ഉമായിട്ട് ലക്ഷദ്വീപും, നാഗാലാൻഡ് അതിന്റെ 3rd പൊസിഷനിലും, കേരളം
എത്രയാണ്? 95.3%, 4ാം സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ആരോഗ്യ മേഖലയിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പൊതുജനാരോഗ്യത്തിന്റെ കാര്യത്തില് നമ്മൾ വളരെയധികം മുന്നിലാണ്. എന്തൊക്കെ നേട്ടം പഠിച്ചു വെക്കുക? കുറഞ്ഞ ശിശു മരണനിരക്ക്, കുറഞ്ഞ മാതൃമരണനിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം, അതിവേഗം കുറയുന്ന ജനസംഖ്യാ വളർച്ചാ നിരക്ക്. ഈ 4 പോയിന്റിലും കേരളം ഇപ്പോൾ മുന്നിലാണ്. നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക, ചോദിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളിലൂടെയാണ് പ്രതിശീർഷ വരുമാനം കുറവായിരുന്നിട്ടും, അത് എപ്പോഴും ഓർത്തു വെച്ചേക്കാം, പെർ ക്യാപിറ്റ ഇൻകം നമുക്ക് കുറവാണ്. ഓക്കെ. എന്നാൽ മാനവ വികസന സൂചികയില് ആഗോള നിലവാരത്തിലേക്ക് ഉയരുന്നത് നോക്കിയാൽ കേരളം വളരെയധികം മുന്നിലാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മൾ വളരെയധികം മുന്നിലാണ് കേരളം. പക്ഷെ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കുറവാണ്. കാരണം വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ നമ്മൾ വളരെയധികം മുന്നിലാണ്. 1965 നടപ്പാക്കിയ സാർവത്രിക പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ദാരിദ്ര്യ ലഘൂകരണത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയായി. PDS എന്ന് പറയുന്ന, അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഈ 1965 കൂടാതെ സ്ത്രീ ശാക്തീകരണത്തില് കുടുംബശ്രീ, അല്ലെ, കുടുംബശ്രീയിലൂടെയും പ്രാദേശിക ഭരണത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെയും സാക്ഷരതയിൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളിലൂടെയും മുന്നേറ്റം ഉണ്ടാവാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കുടുംബശ്രീ ഒന്നായി മുന്നേറാം, ഇതാണ് കുടുംബശ്രീയുടെ ലോഗോ. ഒന്നായി മുന്നേറാം എന്നുള്ളതാണ് ടൈറ്റില്, ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അവോയ്ഡ് ചെയ്ത് കളയാതിരിക്കുക. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സെക്ഷൻ എടുത്തിട്ട് കേരളത്തിന്റെ ആയതുകൊണ്ട് എടുത്ത് പഠിപ്പിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.